ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. കൂട്ടുകാരും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 വണ്ടിയിലായിട്ടാണ് പോണത് കേട്ടോ. മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കിനും ഇവിടെ എത്തും. 2 വണ്ടി പുറപ്പെട്ടു, പക്ഷേ 4 വണ്ടിക്കുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും കൂടി ഒരു വണ്ടിയിൽ കയറി, പിന്നെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരു വണ്ടിയിലും കൂടിയും കയറി കേട്ടോ. ഞങ്ങൾ പോണ് കോളനി റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ റിസോർട്ടിൻ്റെ റോഡിലോട്ട് തിരിഞ്ഞു കേട്ടോ. റിസോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ പുറത്തത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റണില്ല, എന്താ വെച്ചാൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയണില്ല. അപ്പോൾ ഉള്ളൊക്കെ കാണണമല്ലോ, അപ്പോൾ ഉള്ളിൽ കൂടെയൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ ഒന്ന് ചോർന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിലേറെ മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ. എന്നാലും മഴ പെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങാനൊന്നും കഴിയൂല. പക്ഷേ എന്നാലും കുറച്ചൊരു കുറവായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 6 ഫാമിലി ആൾക്കാരാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നുള്ളത്. അപ്പം 4 ഫാമിലിയോളം വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ 2 കാറിലായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇനി 2 ഫാമിലിയും കൂടിയും വരാണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴത്തേനും എത്തും. ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിലോട്ട് വന്നത്. ബാക്കിയുള്ളവർ പിന്നെ ജോലി കഴിഞ്ഞിട്ട് വേണം കേട്ടോ വരാൻ. അപ്പോൾ വൈകുന്നേരത്തിന് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ വന്ന ഉടനെ തന്നെ നല്ല മഴയാണല്ലോ, അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ, ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. അതാണല്ലോ രസം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു വേറെ രസം തന്നെയാണല്ലോ. ചേട്ടന്മാർ പറഞ്ഞു ചിക്കൻ്റെ പിന്നാലെ നിങ്ങൾ വരണ്ട, അത് ഞങ്ങൾ നോക്കിക്കൊണ്ട്, മുറിക്കലും കഷ്ണം വെട്ടലും എല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ട് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ഉള്ളിയും തക്കാളി അരിയാനൊക്കെ പോയി കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി എല്ലാതും അരിയാൻ പോയി. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് പണിയൊന്നുമില്ല. ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ്റെ ഇപ്പോൾ കാന്താരി ചിക്കനോ എന്തോ പറഞ്ഞു ഗ്രില്ലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. അടുപ്പൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊരു ഇൻട്രസ്റ്റ്. അങ്ങനെ അവർ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. കാപ്പി എല്ലാവർക്കും തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളി കാപ്പിയായിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ടവർ. എന്താ വെച്ചാൽ ഇതിനോട് ഭയങ്കര കമ്പാണ്. അപ്പോൾ ഓടി വന്ന് അടുക്കളയിൽ കയറി. അവരൊക്കെ കിച്ചണിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്ന മക്കളൊക്കെ ഡാൻസ് കളിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അവരതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഒന്ന് കിച്ചണിലേക്ക് തന്നെ പോയി കേട്ടോ. അപ്പോൾ അവർ 4 പേരും കൂടിയാണ് ഇപ്പോൾ കിച്ചണിലുള്ളത്. 2 പേര് വെക്കുന്നുണ്ട്, 2 പേരിങ്ങനെ സഹായിച്ച് കൊടുക്കണമുണ്ട് കേട്ടോ. അവിടെ നിന്നപ്പോൾ പാട്ടിൻ്റെയൊക്കെ സൗണ്ട് കേട്ട് പിന്നെയും ഞാൻ അങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലാണ്. അവരെ കൂടെ ഞാനും കളിക്കാൻ കൂടി കേട്ടോ. അവർ ഭയങ്കര ഡാൻസിലായിരുന്നു. അതിൻ്റെ കൂടെ ഞാനും. മറ്റവരൊന്നും കളിച്ചില്ല, പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല, ഓരോന്നും നോക്കിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് അവരെ കൂടെ കളിച്ചിട്ടോ. സ്റ്റെപ്പൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ, അവർ ചെയ്യണ മാതിരി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ. മറ്റവർ എന്നെ കളിയാക്കണൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും മൈൻഡ് വെച്ചില്ല കേട്ടോ. അവർ നല്ല ഡാൻസർമാരാണ് കുട്ടികൾ. അപ്പോൾ അവരെ കൂടെ ഞാനും കൂടി. ഡാൻസൊക്കെ അങ്ങനെ ത്രില്ലായി നിൽക്കുമ്പോഴാണ് കേട്ടോ അടുത്ത ഫാമിലി വരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് അതിലേറെ ത്രില്ലായി കേട്ടോ. അവർ വന്ന സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞില്ല കാരണം കുട ആരെടുത്തുമില്ല. ഏതായാലും കുഞ്ഞിനെ മഴ കൊള്ളിക്കാതെ തന്നെ ഉള്ളിലോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും തന്നെ റിസോർട്ട് നല്ല ഇഷ്ടമായി കേട്ടോ. കയറി വന്നപ്പോൾ തന്നെ അതാണ് കേട്ടോ പറഞ്ഞ്. അവർ നേരെ ചെന്ന കിച്ചണിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോഴേക്കും ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ വെക്കാൻ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. മഴയൊക്കെ ഒന്ന് ചോർന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ ഓണർ രാജേഷ് ചേട്ടാ കേട്ടോ. മഴ പോയി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നമുക്ക് ഒന്നും കൂടി ഒരു വൈബായത്. ചെറിയ ചെറിയ കുഴികളിലൊക്കെ കണ്ണാഞ്ചുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ നോക്കി നിൽക്കുകയാണ് കേട്ടോ മക്കൾ. ചിലർ ഊഞ്ഞാലാടിയിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മഴ പോയപ്പോഴാണ് മക്കൾക്കായാലും നല്ലൊരു വൈബായത്. എന്താ വെച്ചാൽ ഉള്ളിലാവുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഇല്ല ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പുറത്തിറങ്ങുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും പുറത്തു കൂടെ നടക്കുകയാണ് കേട്ടോ. ഓപ്പണായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നന്നായിട്ട് ചീറ്റാല അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് കളയണം കേട്ടോ ചേച്ചി. രാജേഷ് ചേട്ടൻ ഈ മഴയത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ തന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട്. വന്ന പാടെ നമുക്ക് ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ എടുക്കാം, മഴ ചോർന്നിട്ടില്ലെങ്കിൽ രാവിലെ എടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. പുറത്തുകൂടെ അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് നമ്മളൊരു ഊഞ്ഞാൽ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടി അങ്ങോട്ട് ഓടിച്ചെന്നു ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ മടിയിൽ ഇരിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നേരം ആടിയിട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കടന്നാടിയാൽ നല്ല രസം ഉണ്ടാവുമല്ലോ എന്നുള്ളത്. അപ്പോൾ മോളോട് പറഞ്ഞു, മോളെ ഈ ഒന്ന് എണീക്ക്, ചേച്ചി ഇതിലിങ്ങനെ കടന്നാടട്ടെ, ചേച്ചീനെ ഒന്ന് ആട്ടണം കേട്ടോ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അവൾ ആട്ടുകയാണ് കേട്ടോ. പക്ഷേ ആട്ടാൻ അവൾക്ക് പൊന്തണില്ല, എൻ്റെ വെയിറ്റ് അവൾക്ക് താങ്ങണില്ല. ഏതായാലും അവളെ ചേച്ചി വന്നിട്ട് ചേച്ചീനെ ഞാൻ ആട്ടിത്തരാമെന്ന് പറഞ്ഞ് ആട്ടുകയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, അതാട്ടിയോടുകൂടി ഞാൻ ആ കുളത്തേക്ക് വീഴാഞ്ഞത് ഭാഗ്യമുണ്ട്. ഇതാണ് നമ്മുടെ ബാലു. വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു കേട്ടോ അവൾ. മുൻവശം എങ്ങനെയായിട്ടാണ് കേട്ടോ വരിക. മുൻപിലായിട്ട് നമുക്ക് കോഫിയൊക്കെ കുടിച്ചിരിക്കാനും ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അതാ ചെറിയൊരു സ്വിമ്മിംഗ് പൂള് മാതിരി ഉണ്ട് കേട്ടോ. മഴ പെയ്ത കാരണം വെള്ളമൊക്കെ ആകെ കലങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിത്തെ. അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ അതിലോട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ അതിൽ നടന്നപ്പോൾ അതിൻ്റെ പരിസരത്ത് തന്നെ ആയിട്ട് ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ള താമര, പിന്നെ ആമ്പലും ഉണ്ട് കേട്ടോ. ഒന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാം മൊട്ടാണ്. വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മക്കൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, എന്തൊക്കെ കാട്ടണ്ടേ അവർക്ക് തന്നെ നിശ്ചയമില്ല. ഏതായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാൻ. അവിടെയൊക്കെ കണ്ട് വന്നപ്പോഴേക്കും കുറച്ച് ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അടുത്ത ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ മക്കളൊക്കെ ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ബാങ്കിൽ ജോലിയുള്ള കാരണം അവൾ വൈകുന്നേരമാണ് കേട്ടോ വരുന്നത്. അവൾ വന്നപ്പോൾ കുറേ ബേക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറച്ച് ചായ വയ്ക്കാൻ. അങ്ങനെ ചായ പിന്നെയും വെച്ച് ബേക്കറിയൊക്കെ കൂട്ടി ചായ കുടിക്കൽ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും അടുക്കളപ്പണി മൊത്തം ഏട്ടനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടി എല്ലാം കഴിഞ്ഞ് പിന്നെ അവർ 3 പേരും കൂടി ഭയങ്കര വർത്താനായി കേട്ടോ. ഞങ്ങളങ്ങോട്ട് മാറി നിന്നു കേട്ടോ. പിന്നെ 2-3 ഫാമിലി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെ ഇടങ്ങേറുണ്ട് കേട്ടോ. വരാനായിട്ട് പറ്റിയതുമില്ല. ഇവിടെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവർ. കുറച്ച് മക്കളൊക്കെ ഒരു റൂമിലാണ് കേട്ടോ. അവരിതാ ബേക്കറിയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് മക്കളെല്ലാവരും. പിന്നെ ഇപ്പുറത്തൊരു റൂമും കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് മക്കൾ ഇപ്പുറത്തെ റൂമിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ 2 റൂമാണ് കേട്ടോ വരുന്നത്. നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഹാള് വരുന്നുണ്ട്. 2 റൂമിലും ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 6 ഫാമിലികളാണല്ലോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേമാതിരി എല്ലാവർക്കും കിടക്കാനും എല്ലാം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. രാത്രി പിന്നെ പറയാനല്ല മക്കളെ, അത്ര ഭംഗിയുണ്ട് കാണാനൊക്കെ. ഒരു ഭാഗത്ത് കോഴിയൊക്കെ ചുടുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ ഡാൻസൊക്കെ കളിച്ച് കുഴങ്ങി നിൽക്കുകയാണ് കേട്ടോ. കാന്താരി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഉണ്ട്, പിന്നെ നെയ്ച്ചോറുണ്ട്, കാന്താരി ചിക്കനും കൂടിയാണ് ഇടുന്നത്. അപ്പോൾ ഗ്രില്ലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പീസൊക്കെ ഇങ്ങനെ ഗ്രില്ലിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിൻ്റെ വഴിക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു വൈബ്. നമ്മളെന്നും ഇല്ലല്ലോ അല്ലേ. കുറേ നേരമായിട്ട് 2 പേരും ഇതുമ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഏതായാലും വീശിയിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും പിന്നെ ഡാൻസിലായിരുന്നു കേട്ടോ. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് ഓണാക്കിയപ്പോൾ എല്ലാവരും നിർത്തി കേട്ടോ. ചിലവരൊക്കെ ഡാൻസ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഷിബിയാണ് ചോറ് വിളമ്പണത് കേട്ടോ. വരിക്ക് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഓരോ പീസും ചോറും പിന്നെ ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ. എല്ലാവരും കലബിലയായി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണല്ലോ അല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ പോയി കഴിക്കുമ്പോഴൊക്കെ. വീട്ടിൽ നിന്നൊന്നും കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രസം കിട്ടില്ല. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതൊരു രസം തന്നെയാണ്. അങ്ങനെ എല്ലാവരും കൂടി വട്ടത്തിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ചിലവർ തിരക്കൊക്കെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 2 പീസ് കിട്ടിയിട്ടില്ല, 1 പീസേ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രസമായിരുന്നു കേട്ടോ. ഏതായാലും കുറേ നിലത്തിരിക്കുമ്പോൾ കാല് വേദനിക്കുമ്പോൾ പിന്നെ മുകളിൽ കയറിയിരിക്കും. മക്കളൊക്കെ ആ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. ഞാനും ഏട്ടനും കൂട്ടുകാരികളൊക്കെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൊരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു രസമാണ് കേട്ടോ ഇരിക്കാൻ. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ തന്നെയാണ് ഇരുന്നിരുന്നത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് മക്കളെ ആകെ മയങ്ങിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതാ കിടക്കാനില്ല പുറപ്പാടിലാണ്. കുറച്ച് ആൾക്കാർ ഇതാ ഇങ്ങനെ കിടക്കുന്നുണ്ട്, മുകളിൽ കിടക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഇതാ താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ രാവിലെ നീച്ച് കുറച്ച് നേരം സംസാരിച്ച് കാപ്പിയൊക്കെ കുടിച്ച് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മക്കൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ സൂചിഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പാല് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പാൽ ചായ ഉണ്ടാക്കി. പിന്നെ ഇതാ സൂചിഗോതമ്പിൻ്റെ ഉപ്പുമാവ്, ചിക്കൻ കറിയും. ഏതായാലും മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാമതൊക്കെ വന്ന് വിളമ്പിണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്ച്ചോറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് തോന്നില്ലേ ചിക്കൻ പീസ് ഞാൻ കുറച്ച് നെയ്ച്ചോറും കൂടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിബിക്കൊന്നും പാൽ ചായ പറ്റില്ല കേട്ടോ. അവൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവൾക്കായിട്ട് വേറെ ഉണ്ടാക്കി കേട്ടോ. ഏതായാലും ഞങ്ങൾ രാത്രി കഴിച്ച സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വന്നിരുന്നത്. മക്കളൊക്കെ രാത്രി കഴിച്ചോടെ തന്നെയാണ് കേട്ടോ രാവിലെയും പോയി കഴിച്ചത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പുറത്ത് പോയിരുന്ന് അങ്ങനെ കഴിക്കണത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങളിതാ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ പോരാൻ തുടങ്ങുകയാണ് കേട്ടോ. എല്ലാവരും അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെ പോരാൻ തുടങ്ങുകയാണ്. അപ്പം തന്നെ സമയം ഇതാ 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പുഴയ്ക്കൊന്ന് പോയാലോ എന്നുള്ളൊരു ഇഷ്ടമുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. ആളൊക്കെ കൂടുതലുണ്ടെങ്കിൽ പോവില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് നമ്മളിതാ പുഴയിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്ന് പോകണം കേട്ടോ. അതിലൂടെ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകണം. വണ്ടി നമ്മൾ റോഡിൽ നിർത്തിയിട്ട് വേണം പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏട്ടനൊക്കെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, അപ്പോൾ വെള്ളവും വേണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ തന്നെ 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടനും ഏട്ടന്മാരൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയൊന്നും ഒന്നും നോക്കിയില്ല കേട്ടോ. നല്ല തണുത്ത വെള്ളമല്ലേന്നോ, വെള്ളത്തിൽ കിടക്കുകയായിരുന്നു കേട്ടോ. മോളിക്കൊക്കെ നല്ല ആഴമാണ് കേട്ടോ. അപ്പോൾ നീന്താൻ അറിയണവരൊക്കെ അത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതാ അരുവ് കൂടെ അങ്ങനെ മെല്ലെ മെല്ലെ പോയിട്ടോ. കുറേ നീന്താനൊക്കെ നോക്കി, പക്ഷേ അതിനൊന്നും എനിക്ക് കഴിയണില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നീന്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും എത്ര എടുത്ത് പുഴ ഉണ്ടായിട്ട് ഇപ്പോഴും നീന്താൻ അറിയില്ല എന്ന് എന്നെ കളിയാക്കൊക്കെ ചെയ്തു. പുഴയും തോടും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് അറിയും കൂടി വേണ്ടേ. അപ്പോൾ ഇതിലത്തെ 2-3 കുട്ടികൾ നീന്തക്കം പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് നീന്താൻ അറിയട്ടോ. അതൊക്കെ കാണുമ്പോൾ നല്ല രസം തോന്നുട്ടോ. പക്ഷെ നമുക്ക് അറിയണ്ടേ. പൊറോട്ട കറി, ചിക്കൻ കറിയാണോ ബീഫ് കറി? യെസ്. നീന്തി കുഴങ്ങി വന്നപ്പത്തിന് ഏട്ടനൊക്കെ അതാ പൊറോട്ടയും കറി, പിന്നെ 7up കഴിക്കാൻ ബേക്കറി, പിന്നെ അതേമാതിരി പഴം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത് കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇല പറിച്ചു കേട്ടോ. ഇല പറിച്ചിട്ടാണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. നമ്മൾ ഇലയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവിടെ പുഴയിലൊക്കെ അങ്ങനെ ഇല ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇലയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇലയും ഗ്ലാസ്സും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് പുഴയിൽ നിന്ന് ഇല പറിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഏട്ടനൊക്കെ പോയാണ്ട് ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴം കണ്ടപ്പോൾ പിന്നെ ആർക്കും പൊറോട്ട വേണ്ട കേട്ടോ. പിന്നെ എല്ലാവരും മതിയാക്കി കേട്ടോ, പൊറോട്ട മതിയാക്കി. പിന്നെ അതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. ഓരോരുത്തരെ പൊറോട്ട ഓരോരുത്തരായിരുന്നു കേട്ടോ പിന്നെ കഴിക്കണത്. അവരെല്ലാം പിന്നെ പഴമാണ് കേട്ടോ കഴിക്കണത്. അങ്ങനെ വിശപ്പൊക്കെ മാറി കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. കയറ്റം കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇറങ്ങി വരാൻ അത്ര വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വണ്ടീൻ്റെ അടുത്തെത്തി. ഇനി കുറച്ച് പേര് ഒരു വണ്ടിയിൽ, കുറച്ച് പേര് ഒരു വണ്ടിയിൽ അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരെയും കുത്തിക്കൊള്ളിച്ച് പോവുകയാണ്. ഞാൻ പിന്നെ ഏട്ടൻ്റെ ഒപ്പം ബൈക്കുമ്മയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.
10 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ കുറച്ച് പേര് നേരെ പോയിണ്ടായിരുന്നു. 2-3 ഫാമിലി നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.